ടീച്ചർമാരുടെ ഒക്കെ അടുത്ത കുട്ടിയായിരിക്കും. Hi friends, welcome back to Dianza. 45 seconds continuous Talking Challenge. നമ്മൾ 3 പേരും 3 ലോട്ട് വെച്ച് എഴുതിയിട്ടുണ്ട്. ഓരോ ലോട്ടിനകത്തും ഓരോരോ ടോപ്പിക് എഴുതിയിട്ടുണ്ട്. നമ്മൾ 3 പേരും മിക്സ് ചെയ്ത് ലോട്ട് എടുത്തിട്ട് അതിനെ കുറിച്ച് സംസാരിക്കും. നമ്മൾ ടൈമർ ഇവിടെ വെക്കും. അതെ, സെറ്റാക്കി വെച്ചിട്ട് ഓക്കെ, അപ്പൊ നമുക്ക് ചാലഞ്ച് ഫസ്റ്റ് ഞാനാണ് എടുക്കുന്നത്. വായിച്ചപ്പെട്ട അപ്പൊ ഞാൻ റോസ്റ്റിംഗ് ദിയ. 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ദിയ എന്ന് പറയുന്നത് വളരെ ഞങ്ങളുടെ അടുത്തൊരു കുട്ടിയാണ്. ഓവർ തിങ്കിങ് എന്ന് പറയുന്ന വാക്ക് കുട്ടിക്ക് എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ ചിന്തിക്കത്തേ ഇല്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിനെ നല്ല സ്പിരിറ്റോടെ എടുക്കും. അതെ അല്ലേ? അതെ. പിന്നെ ടീച്ചർമാരുടെ ഒക്കെ അടുത്ത കുട്ടിയായിരിക്കും. അടുത്ത കുട്ടിയാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും സ്പൈ വർക്കുകൾ കൂടുതലുള്ള ഒരു കുട്ടിയാണ്. നല്ലതായിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ അറിയാം. മതി, എനിക്ക് സംതൃപ്തിയായി. ഞാൻ എടുത്തിട്ടുണ്ട്. എന്റെയാണോ? ദിയയുടെയും സഞ്ജനയുടെയും ഒരേപോലെയുള്ള സ്വഭാവം പറയൂ. രണ്ടുപേരെ നല്ല സ്വഭാവമാണ്. എന്താണ് പറയാ, കിട്ടുന്നില്ലല്ലോ ഇതിനെ കുറിച്ച് പറയാം. നല്ലതായിട്ട് പഠിക്കുന്നവരാണ്. ക്ലാസ്സിലൊക്കെ ടോപ്പാണ്. പിന്നെ എന്താണ്, നല്ലൊരു കുക്കൊക്കെ ചെയ്യും. വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നവരാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ചോ നല്ല ക്യൂട്ടാണ് കാണാൻ. നല്ല ക്യൂട്ടായിട്ട് ഒരുങ്ങി എപ്പോഴും സഞ്ജന വളരെ നല്ല കുട്ടിയാണ്. വളരെ വളരെ എന്താ പറയാ, ഫ്രണ്ട്സിനൊക്കെ വളരെ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കുട്ടിയാണ്. വളരെ വളരെ സദ്ഗുണ സമ്പന്നയാണ്. നല്ല അച്ചടക്കമുള്ള അമ്മയും പേരൻസിനെയൊക്കെ നന്നായിട്ട് ബഹുമാനിക്കുന്ന നാട്ടിൽ പെൺകുട്ടിയാണ്. കുളിച്ച് ചന്ദ്രൻകുടി അമ്പലത്തിലൊക്കെ രാവിലെ പോയി നന്നായിട്ട് ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് താങ്ങി. ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളാം. ഞാൻ നിങ്ങളോട് വളരെ കാലമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം. ഇന്റർനാഷണൽ ട്രിപ്പ് നമ്മൾ ട്രയോസ് ആയിട്ട് പോകണം. പിന്നെ നമുക്ക് നമ്മൾ ഇന്റർനാഷണൽ ട്രിപ്പ് പോകണ്ടേ കൊണ്ടോ ബാലിക്ക്. അതൊരു ഐലൻഡ് ആണ്. നമുക്ക് ബാലി പോയിട്ട് ഒത്തിരി യൂട്യൂബ് ചാനൽ വീഡിയോസ് എടുക്കണം. പിന്നെ ഒരുമിച്ച് നമ്മൾക്ക് പ്ലെയിനിൽ പറക്കണം. വേണമെങ്കിൽ ഓടിക്കാൻ പറ്റുമെങ്കിൽ ഓടിക്കണം. പിന്നെ നമ്മൾ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ജേർണി സംസാരിക്കും. വളരെ നല്ല ജേർണി ആയിരുന്നു. എന്താണ്, 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേരും. അടുത്ത ഒരുമിച്ചായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. പിന്നെ എന്താ ഇന്റർവെല്ലിലും PT പീരീഡും അങ്ങനെ എല്ലാത്തിലും ടൂർ പോയപ്പോഴും ഒക്കെ എന്നായിരുന്നു, എല്ലാം ഒരുമിച്ചായിരുന്നു. ഒരുമിച്ച് നടന്നു പോകുന്നത്, ഫോൺ വിളിച്ച് രാവിലെ വിളിച്ച് എന്നായിരുന്നു. എല്ലാം ഒരുമിച്ചായിരുന്നു. എന്നായിരുന്നു സ്കൂളിൽ പഠിച്ചത്. നല്ലൊരു ജേർണി ആയിരുന്നു. നമ്മുടെ പണിഷ്മെന്റ് ഒരു ലോഡ് വെള്ളത്തിനകത്ത് ഒരു ലോഡ് ഉപ്പ് കലക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സ്പൂൺ അനുഷ്ഠ കുടിച്ചോളൂ. ഒരു സ്പൂൺ മതി. വളരെ ടേസ്റ്റിയാണ്. ബുദ്ധിക്ക് നല്ലതാണ്. അതെ, വട്ടാകത്തില്ല. ഞാൻ ഒന്നെടുത്തേ. പറയട്ടെ, ദിയയുടെ ബ്യൂട്ടി കോൺഷ്യസിനെ കുറിച്ച് സംസാരിക്കുക. എന്റെ ബ്യൂട്ടി കോൺഷ്യസിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഞാൻ ആകെ ഒരു പൗഡറും പിന്നെ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ടാലായി. ബ്യൂട്ടി കോൺഷ്യസ്നെസ് ആണുള്ളത്. വലിയ മേക്കപ്പ് ഒന്നും ഇല്ല. കണ്ണെഴുതത്തില്ല, പൊട്ട് തൊടത്തില്ല, ലിപ്സ്റ്റിക് ഇടത്തില്ല, ബ്ലഷ് ഇടത്തില്ല, അങ്ങനെ ഒരു സാധനങ്ങളും ഇടത്തില്ല. അത്രത്തോളം ഞാൻ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. പിന്നെ മാല എടുത്തില്ല, കമ്മലെടുത്തില്ല, കമ്മൽ മാറ്റത്തില്ല, ഒന്നും മാറ്റത്തില്ല. എപ്പോഴും ഒരു കറുത്ത ബുഷാണ് എന്റെ ബ്യൂട്ടി കോൺഷ്യസ്നെസ്. പിന്നെ ഡ്രസ് എല്ലായിട്ടും
സ്വയം കുറച്ച് പൊക്കിക്കോളും. Ready, 1, 2, 3, start. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വളരെ നന്നായിട്ട് കെയർ ചെയ്യും, ഭയങ്കരമായിട്ട് ലിസൺ ചെയ്യും. പിന്നെ ഞാൻ ഞാൻ ആരെന്ത് സഹായം ചോദിച്ചാലും നോ എന്ന് പറയുന്നത് ഞാൻ പറയൂല. എപ്പോഴും ഞാൻ യെസ് 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 മാത്രമേ പറയാറുള്ളൂ. പിന്നെ ഞാൻ നല്ല സഹായിയാണ്. ഞാൻ അയ്യോ അതല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത്. പിന്നെ എന്നും വൈകിട്ട് ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിക്കും. പിന്നെ നാട്ടുകാർക്കൊക്കെ എന്നെ പറ്റി ഭയങ്കര അഭിപ്രായമാണ്. ആരും എന്നോട് കൊച്ചു കൊള്ളാം, എന്റെ സ്വഭാവം വളരെ നല്ലതാണ്. നിങ്ങൾക്കറിയാം, അല്ല നിങ്ങൾക്ക് ഇപ്പൊ കണ്ടു തുടങ്ങിയുള്ളൂ, കുറച്ചും കൂടി കഴിയുമ്പോൾ മനസ്സിലാവും. ഞാൻ ഒരെണ്ണം എടുത്തു. നമ്മുടെ യൂട്യൂബ് ഫാമിലി വലുതാവുമ്പോൾ എന്തൊക്കെ ചെയ്യും? ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വലുതായി വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു സ്റ്റുഡിയോ, പിന്നെ അതുപോലെ തന്നെ കമന്റ് ഒക്കെ ചെയ്യുന്നവർക്ക് എന്താ അതിനനുസരിച്ചുള്ള ഓരോ ഗിവ് അവേ ഒക്കെ കൊടുക്കുന്നതായിരിക്കും. ഡെയിലി ആഴ്ചയിൽ ഒന്നൊക്കെ നല്ല മാസത്തിൽ. അതുപോലെ നല്ല സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഒരു ജാടയൊന്നും ഇല്ലാതെ എല്ലാവരെയും നല്ല രീതിക്ക് കൊണ്ടുപോകാനൊക്കെ ഞങ്ങളെ കൊണ്ട് സാധിക്കും. എന്തെങ്കിലും ഞങ്ങൾ കൂടെ കാണും. ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ചാലഞ്ചസും. നിങ്ങൾ പറയുന്ന ടൈപ്പ് വീഡിയോ ഒക്കെ ആയിരിക്കും ഞങ്ങൾ ഇടാൻ പോകുന്നത്. അതുപോലെ ഞങ്ങളുടെ ഓരോ എന്താണ് ഞങ്ങളൊരു ഫാമിലി പോലെ ആയിരിക്കും നമ്മളെപ്പോഴും. എന്താ എല്ലാവരും എന്താ പറയായോ ഓക്കെ, നന്നായിട്ട് പറഞ്ഞു. പറഞ്ഞതെല്ലാം വളരെ ശരിയാണ്. 45 സെക്കൻഡ്സ് അഡ്വൈസ് ചെയ്യുക എന്തിനെങ്കിലും പറ്റി. ആരെ അഡ്വൈസ് ചെയ്യാം? ഞങ്ങളെ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ വളരെ നല്ല കുട്ടികളായിരുന്നു, നിങ്ങളുടെ അടുത്തൊന്നും പറയേണ്ട കാര്യമില്ല. എന്നാലും ഒരിക്കലും വഴിച്ച് പോകരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ കുറച്ച് അമ്മച്ചി ലെവലിലേക്ക് പോകുന്നു. എന്നാലും ഞാൻ പറയാണ്, നമ്മൾ ഡീസന്റ് ടീംസ് ആണ്. ആ പേരിലാണ് നമ്മൾ സ്കൂളിൽ അറിയപ്പെടുന്നത്. അത് തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും വിട്ട് കളയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ പേര് കേട്ട ഫ്രണ്ട്ഷിപ്പാണ് നമ്മുടെ സ്കൂളിലും ഇപ്പൊ യൂട്യൂബിലും പേര് കേട്ട എന്താ ഫ്രണ്ട്ഷിപ്പാണ് നമ്മുടെ. അപ്പം ആവശ്യമില്ലാത്ത തെറ്റിലേക്കൊന്നും ചെയ്യരുത്. ടൈം കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഈ ചാലഞ്ച് ഇവിടെ എല്ലാ പണിഷ്മെന്റും. അപ്പൊ ഈ ചാലഞ്ചിന്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ദിയ തന്നെ ദിയയുടെ ഒരു ദിവസത്തെ ഉറക്കം പോയി ദിയ ആലോചിച്ചോണ്ടായി. കുറെ ചാലഞ്ചസ് കൊണ്ടുള്ള ഒരു അവിയൽ ചാലഞ്ച് ആണ്. ഇതിനകത്തുള്ള ചാലഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളത്, ഏതൊക്കെ ചാലഞ്ച് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ചാലഞ്ച് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. അതെ, പാർട്ട് 2 വേണമെങ്കിലും കമന്റ് ചെയ്യാം. നിങ്ങളുടെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, അതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.